നമസ്തേ. നമസ്തേ. ഡ്രീം 720യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം മെയ് 5 നീറ്റ് 2024 ആ ഒരു ടൈം ബൗണ്ടിൻ്റെ ഏറ്റവും കണ്ണിങ് ടൈമിലേക്ക് അല്ലേ, ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഞങ്ങളുടെ പോലുള്ള ഫാക്കൽറ്റികളുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിങ് ടൈമിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ 2024-25 അധ്യയന വർഷത്തിൽ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സിൽ പ്രവേശനം നേടുന്ന എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയമാണ്. ബാക്കിയുള്ളത് പ്രധാനമുള്ളതെന്നല്ല, ഇനിയുള്ള സമയത്ത് എടുക്കേണ്ട എഫേർട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു സമയമാണ് മോഡൽ എക്സാമിനേഷൻ. നാം എന്തൊക്കെയാണോ പഠിച്ചത് അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, നിരന്തരം പ്രാക്ടീസ് ചെയ്ത് മെയ് 5 നാം 720യിലേക്ക് എത്തുന്നു അല്ലേ? തീർച്ചയായിട്ടും സർ. കാരണം മോഡൽ എക്സാമുകളാണ് ഇവരെ ഒരുപക്ഷെ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും, തിയറി എത്രത്തോളം കോൺസെപ്റ്റുകൾ മനസ്സിലുണ്ടെന്ന് പറഞ്ഞാലും, അതൊന്ന് എഴുതി പരിശീലിക്കുമ്പോഴാണ് എന്തൊക്കെ കുറവുകളെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് സ്വന്തമായിട്ട് തിരിച്ചു പറഞ്ഞു നോക്കുന്നതോ അല്ലെങ്കിൽ എഴുതി നോക്കുന്നതിനോ ഒക്കെ അപ്പുറം ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകൾ, അത് നമ്മൾ എത്ര തന്നെ പഠിച്ചാലും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതെങ്ങനെയാണ് ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്, ഞാൻ ഏത് ഫോമുലയാണ് കൊടുക്കേണ്ടത്, മാത്രമല്ല ഡിജിറ്റ്സിൻ്റെ കളിയാണ്. അപ്പോൾ അവിടെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസറിലേക്ക് ഏറ്റവും ഷോർട്ടർ ടൈമിൽ എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മോഡൽ എക്സാമുകൾ വഴിയേ അതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതിനേക്കാളും ഇനി വരുന്ന ഫെബ്രുവരി 4 മുതലാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പക്ഷേ നിങ്ങൾ എന്താകണം, നിങ്ങളുടെ ഈ ഒരു 720 എന്ന് പറയുന്ന ഒരു നേട്ടം, അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വഴിതെളിച്ചു തരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. കാരണം ഇന്നലകളിൽ എന്തായെന്ന് നോക്കാതെ ഇനിയും കൃത്യമായ പ്രാക്ടീസിലൂടെ നമുക്ക് എത്താൻ പറ്റുന്ന, എത്തിപ്പിടിച്ച, ഇന്നലകളിലെ ആൾക്കാർ എത്തിപ്പിടിച്ച ഒരു മേഖലയാണ് ഈ 720യിലേക്ക്. അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അയാളുടെ കഴിവിൻ്റെ ഏറ്റവും പാരമ്യത്തിലോട്ട് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് എല്ലാവരും വിശ്വസിക്കുക. പരീക്ഷയെ സ്നേഹിക്കുക, ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു മോഡൽ എക്സാമിനേഷൻ ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി 4 അതിനു മുമ്പുള്ള റിവിഷൻ മോഡലുകളുണ്ട്. 4 നമ്മുടെ യൂണിറ്റ് എക്സാമുകൾ തുടങ്ങുന്നതെന്നറിയാം. ഒരു യൂണിറ്റ് എക്സാമിൽ നമുക്കറിയാം ഓരോ ചാപ്റ്ററിൻ്റെയും 1 അല്ലെങ്കിൽ 2 ചാപ്റ്റർ വെച്ച് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് അപ്പം 4 ഒരു കുട്ടി എക്സാം ഹാളിലോട്ട് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ആ ചാപ്റ്ററിനെ ഒന്ന് മെമ്മറൈസ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ അവർ ഇനിയൊരു തിയറി പഠിക്കാതെ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തു പോയാൽ മതിയാകും. പിന്നെ ഷോർട്ട് നോട്ട്സ് കയ്യിലുള്ളവരാണെങ്കിൽ അവർ ഷോർട്ട് നോട്ട്സിൽ എഴുതി വെച്ചിരിക്കുന്ന ഫോമുലാസ്, കോൺസെപ്റ്റുകൾ, ഇതൊക്കെ ഷോർട്ട് നോട്ട്സ് ഉള്ളവരാണെങ്കിൽ പെട്ടെന്നൊന്ന് നോക്കി പോകാം. ഇനി ഷോർട്ട് നോട്ട്സ് വെക്കുന്ന ആൾക്കാരല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇനി ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം എന്നൊന്നും കരുതണ്ട. ഏത് മെത്തേഡിലാണോ നിങ്ങൾ പഠിച്ചു വന്നത് അതുപോലെ തന്നെ പോയാൽ മതി. ബയോളജി ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ടെക്സ്റ്റ് വായിച്ചേ പറ്റൂ. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലും തലേ ദിവസം എന്തായാലും നമുക്ക് യൂണിറ്റ് എക്സാമിന് ഈ പറയുന്ന പോലെ 1-2 യൂണിറ്റുകളേ ഉള്ളൂ. അത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും തലേ ദിവസം കൊണ്ട് വായിച്ച് തീർക്കാൻ പറ്റും. അത് ഓൾ ഓഫ് എ സഡൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഫിസിക്സും കെമിസ്ട്രിയും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. അത് ചെയ്ത് വേണം നമ്മൾ മോഡൽ എക്സാമിന് റെഡിയായി പോകാൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ മോഡൽ എക്സാമിന് അല്ല പോകുന്നത്. ഫെബ്രുവരി 4 തൊട്ട് നമ്മൾ പബ്ലിക് എക്സാം, അതായത് ശരിക്കുമുള്ള നീറ്റിനാണ് പോകുന്നത് എന്ന് കരുതി വേണം നമ്മൾ ഓരോ എക്സാമിനെയും അപ്രോച്ച് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പം ഓരോ യൂണിറ്റ് എക്സാമിന് മുമ്പ് നമ്മൾ അവർക്ക് പ്രാക്ടീസ് സെഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇ ലേണിംഗ് ആപ്പ് വഴി പരീക്ഷകളൊക്കെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പരീക്ഷകൾ തന്നെ എഴുതിയാണോ അവർ 4 അല്ലെങ്കിൽ ഓരോ യൂണിറ്റിനെയും അഭിമുഖീകരിക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ സാർ പറഞ്ഞ പോലെ നമ്മൾ ഓരോ യൂണിറ്റിൻ്റെയും പ്രിപ്പറേറ്ററി മോഡൽ എന്നുള്ള രീതിയിൽ ഇ ലേണിംഗ് ആപ്പിൽ അതേ ചാപ്റ്ററുകൾ അതേ പാറ്റേണിൽ നമ്മൾ ഇ ലേണിംഗ് ആപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സാമിനേഷന്, മോഡൽ എക്സാമിന് ഏത് പാറ്റേണിലാണോ ക്വസ്റ്റ്യൻ വരുന്നത്, അതിനകത്ത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എത്ര അസേർഷൻ റീസൺ അല്ലെങ്കിൽ എത്ര മാട്രിക്സ് മാച്ചസ്, എത്ര സ്റ്റേറ്റ്മെന്റ്, അത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് പ്രിപ്പറേറ്ററി മോഡൽ നമ്മൾ ഇ ലേണിംഗ് ആപ്പിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എത്രത്തോളം പഠിച്ചു, ഞാൻ പഠിച്ചത് ഓക്കെ ആണോ എന്ന് അവർക്ക് തന്നെ ഒന്ന് തിരിച്ചറിയാൻ, അത് പരീക്ഷയ്ക്ക് തൊട്ട് തലേ ദിവസം തിരിച്ചറിയാൻ ഏറ്റവും നല്ലത് ഇ ലേണിംഗ് ആപ്പിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു മോഡൽ എക്സാം നമ്മുടെ കംഫർട്ട് സോണിലിരുന്ന് എഴുതിയിട്ടാണ് പിറ്റേ ദിവസം നമ്മൾ യൂണിറ്റ് എക്സാം എഴുതാനായിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് അതിൽ. ആ പരീക്ഷ എഴുതുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വീക്ക് പോയിന്റ് എന്ന് അറിഞ്ഞാൽ അത് മാത്രം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരുപക്ഷെ തലേ ദിവസം എല്ലാം കൂടി വായിച്ച് പഠിച്ച് എന്താ ഞാൻ വായിക്കേണ്ടത്, എനിക്ക് ഏതറിയാം ഏതറിഞ്ഞൂടാ എന്നുള്ളൊരു കൺഫ്യൂഷനോ ഒരു ഡിലമയോ നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ആ ഒരു പ്രിപ്പറേറ്ററി മോഡൽ അതേ
ടൈപ്പിൽ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും എൻ്റെ കുറവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ എന്താണോ വീക്ക് പോയിന്റ് വരുന്നത് അത് മാത്രം വായിച്ച് പോയാലും മതിയാകും. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ആരും അത് മിസ് ചെയ്യാതെ ആ ഒരു പ്രിപ്പറേറ്ററി മോഡൽ അതേ സീരിയസ്നെസ്സോട് കൂടി തന്നെ എഴുതി നോക്കി അതിൻ്റെ കുറവനുസരിച്ച് വേണം റിവിഷന് തയ്യാറെടുക്കാൻ. അപ്പോൾ അത് തൊട്ട് തലേ ദിവസം ഏറ്റവും അവസാനത്തെ മൊമെൻറ്റുകൾ വരെ വയ്ക്കുകയും ചെയ്യരുത്. എന്നാണോ അപ്ഡേറ്റഡ് ആകുന്നത് അത് ആ അപ്ഡേറ്റഡ് ആകുന്ന തൊട്ട് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ചെയ്യണം. കാരണം അതിൽ വരുന്ന കുറവുകൾ പഠിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് വേണം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൺഡേയിലാണ് നമ്മുടെ പരീക്ഷയെങ്കിൽ സൺഡേ ഈവനിങ് അല്ലെങ്കിൽ സൺഡേ രാത്രി ഞാൻ ഇ ലേണിംഗ് ആപ്പിലെ പരീക്ഷ എഴുതാം എന്ന് വിചാരിക്കരുത്. സൺഡേ മോർണിംഗ് തന്നെ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ ആ സൺഡേ മുഴുവൻ നമുക്ക് സമയം കിട്ടും. അപ്പോൾ മോർണിംഗ് എക്സാം എഴുതുമ്പോൾ നമുക്ക് എന്താണ് കുറവ്, എനിക്ക് എന്താണ് മനസ്സിലാകാത്തത്, ഞാൻ എവിടെയാണ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യേണ്ടതെന്ന് നോക്കി നമുക്ക് പ്രിപ്പറേറ്ററി മോഡൽ എഴുതാം. പ്രിപ്പറേറ്ററി മോഡൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾ എഴുതുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരീക്ഷാ ഹാളിൽ വന്ന് നീറ്റ് എങ്ങനെയാണോ എഴുതാൻ പോകുന്നത് അതേ സീരിയസ്നെസ്സോട് കൂടി അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു എൻഡിങ് പോയിന്റ് അത് തന്നെയാണ് മനസ്സിൽ കണ്ട് എഴുതേണ്ടത്. അപ്പോൾ മെയ് 5-ാം തീയതി നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? 4-ാം തീയതി വരെ നാം എന്താണോ പരിചയിച്ചത് അത് തന്നെയാണ് നമ്മൾ 5-ാം തീയതി നമുക്ക് അനുഭവവേദ്യമാകാൻ പോകുന്നത്. അത് തന്നെയാണ് നമ്മൾ പ്രിപ്പറേറ്ററി മോഡലിലൂടെയും അല്ലെങ്കിൽ പരീക്ഷകൾ എഴുതി തന്നെ വേണം ഓരോ യൂണിറ്റുകളെയും സമീപിക്കാനെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ആദ്യ അർത്ഥം. അപ്പോൾ അത് പേരൻസും കുട്ടികളും ഈ മോഡലുകൾ ഒഴിവാക്കിയല്ല പരീക്ഷകളിലൂടെ തന്നെയാണ് നമ്മൾ ഈ വിജയത്തിലേക്ക് എത്തേണ്ടതെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ഒരു പരീക്ഷകളും ഇനി ഒഴിവാക്കപ്പെടരുത്. പിന്നെ നമ്മളെ ടീച്ചർ പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫെബ്രുവരി 4 മുതലാണ് നമ്മുടെ യൂണിറ്റ് എക്സാം തുടങ്ങുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അന്ന് മുതൽ മെയ് 5 നമ്മൾക്ക് ആരംഭിക്കുകയാണ്. ഓരോ പരീക്ഷകളും മെയ് 5 എന്നുള്ള നിലയിൽ പേരൻസും കുട്ടികളും എടുക്കണം. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഹോസ്റ്റലിലായിരിക്കാം, ആണെങ്കിൽ പോലും പേരൻസ് അതിൽ ഉൾക്കൊള്ളണം. കാരണം നമ്മുടെ കുട്ടി എങ്ങനെയാണ് പരീക്ഷയ്ക്ക് പോകുന്നത്, അവൾ എത്രയാണോ തയ്യാറായിട്ടുണ്ട്, എത്ര സമയത്തിന് മുമ്പേ ചെല്ലും, ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവരിതിങ് മെയ് 5-ാം തീയതി നിങ്ങൾ ഏതൊക്കെ രീതിയിൽ തയ്യാറെടുക്കുമോ ആ തയ്യാറെടുപ്പുകൾ ഫെബ്രുവരി 4 തന്നെ തുടങ്ങണമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ മോഡൽ എക്സാം എഴുതുമ്പോൾ ഏറ്റവും അടുത്തൊരു ഹോസ്റ്റലിൽ നിന്നായിരിക്കും വരുന്നത്. യൂഷ്വലി നമ്മുടെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ 9:30 പരീക്ഷ തുടങ്ങുമ്പോൾ ഒരു 9:25 ഇറങ്ങി, കാരണം 1 മിനിറ്റ് എത്താനുള്ള ദൂരമേ കാണും. അപ്പോൾ 9:20 അല്ലെങ്കിൽ 9:25 ഇറങ്ങി ഏറ്റവും അടുത്ത മൊമെന്റിൽ വന്ന് പരീക്ഷ എഴുതുകയായിരിക്കും. ആ സമയം വരെ നമുക്ക് വായിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് പൊതുവേ നമ്മുടെ വിചാരം നിന്ന് ആ ലാസ്റ്റ് മൊമെന്റ് ഞാൻ നോക്കുന്നതാണ് പരീക്ഷയ്ക്ക് വരും എന്നൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ദയവ് ചെയ്ത് ഈ വരുന്ന മോഡൽ എക്സാമിന് നിങ്ങളത് ചെയ്യാനേ പാടില്ല. കാരണം നിങ്ങൾ ഫൈനൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ, അതായത് മെയ് 5-ന് നിങ്ങൾ പോകുമ്പോൾ അരമണിക്കൂർ മുൻപ് തന്നെ നിങ്ങൾ എന്തായാലും ഹാളിനുള്ളിലേക്ക് അതെ കയറിയിരിക്കണം. അപ്പോൾ അതേ സമയം നിങ്ങൾ ഇവിടെയും കീപ്പ് ചെയ്യാനായിട്ട് പഠിക്കണം. തീർച്ചയായിട്ടും 100%. കാരണം നമുക്ക് 8:30 9:30 എക്സാം നമുക്ക് തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അരമണിക്കൂർ മുമ്പെങ്കിലും നാം നമ്മുടെ ബെഞ്ചിൽ, നമ്മുടെ ഡെസ്ക്, നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ എവിടെയാണോ അവിടെ ഇരുന്നിരിക്കണം. അതിനുശേഷം നമ്മൾ ആ അരമണിക്കൂർ ഏറ്റവും റിലാക്സിൽ നമുക്ക് കഴിഞ്ഞു പോകാനുള്ളതൊരു പരിശീലനം ഉണ്ടാവണം. കാരണം നീറ്റ് എക്സാമിന് നമുക്ക് മെയ് 5-ാം തീയതി 1 മണിക്കൂറിലോ 1.5 മണിക്കൂറിലോ നമ്മൾ ആ ക്ലാസ് റൂമിൽ നമ്മൾ ഇരിക്കേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ബുക്കുകൾ നോക്കാനോ ഒന്നിനും സമയം കിട്ടുകയില്ല. അതുകൊണ്ട് അത് ഇപ്പോൾ മുതൽ പ്രാക്ടീസ് ചെയ്യണം. ഒരു കാരണവശാലും ഓടി വന്ന് ആ പരീക്ഷയ്ക്ക് 1 മിനിറ്റ് മുമ്പ് വന്ന് നിങ്ങൾ പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളത് ഇതിൽ ശ്രദ്ധിക്കണം. നേരത്തെ എക്സാം ഹാളിൽ കടക്കുവാൻ ഫെബ്രുവരി മുതൽ തന്നെ ഏറ്റവും നേരത്തെ എക്സാം ഹാളിൽ എത്തുവാനും ആ സമയം പരീക്ഷയ്ക്ക് മുമ്പുള്ള ആ സമയം ഏറ്റവും റിലാക്സിലൂടെ കടന്നു പോകാനും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് എനിക്ക് തോന്നുന്നു ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും നമ്മൾ ഇവരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. കാരണം വാച്ച് നമുക്ക് അന്ന് പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാനാവില്ല. ക്ലാസ് ടീച്ചർ തരുന്ന അല്ലെങ്കിൽ ആ സൂപ്പർവൈസർ തരുന്ന സമയത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള ക്ലോക്ക് മാത്രമേ നമുക്ക് ഉപയോഗിക്കുള്ളൂ. അല്ല ബെല്ലായിരിക്കും ഉപയോഗിക്കുക. അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ പറയുന്ന പോലെ വാച്ച് നോക്കി എഴുതുന്നവര് വാച്ച് മേശപ്പുറത്ത് ഊരി വെച്ച് എഴുതുന്ന എല്ലാവരും മിക്കവാറും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തു വന്നാലുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അങ്ങനെ നോക്കി ചെയ്തു വരുന്ന നിങ്ങൾക്ക് ആ സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ക്ലോക്ക് ഉള്ള ക്ലാസ്സിലായിരിക്കില്ല നിങ്ങൾ ഇരിക്കുന്നത്. ഇല്ലെന്ന് തന്നെ വിചാരിക്കണം. എല്ലാം കാണും എങ്കിൽ പോലും ഇല്ല
എന്ന് തന്നെ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ബെല്ലിന്റെ സഹായത്തോടെയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. നിങ്ങൾ എഴുതുന്ന ഓരോ ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്കും ഒരു ബെല്ല് അടിക്കില്ല. മേ ബി ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ, ഹാഫ് ആൻ അവർ ഗ്യാപ്പിലായിരിക്കും ബെല്ലടിക്കുന്നത്. അപ്പോൾ അവിടെ ഓരോ ബെല്ലടിക്കുമ്പോഴും ഹാഫ് ആൻ അവർ എന്ന് തിരിച്ചറിഞ്ഞ് വേണം നിങ്ങൾ ഫൈനൽ എക്സാം എഴുതാൻ. അപ്പോൾ അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സാധാരണ ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുന്നു, വാച്ച് നോക്കുന്നു, ഓക്കെ 1 മിനിറ്റ് അങ്ങനെ നോക്കി എഴുതിയാൽ അതേ ടെൻഡൻസി ഫൈനൽ എക്സാമിനും നിങ്ങൾക്ക് കാണിക്കാൻ തോന്നും. അവിടെയാണ് ഏറ്റവും അവസാനത്തെ മൊമെന്റിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, ലാസ്റ്റ് അരമണിക്കൂറാണ്. ചിലപ്പോൾ മേ ബി എക്സാമിനർ പറയത്ത് പോലും ഇല്ല. ചില സമയത്ത് ചില ആൾക്കാർ പറയും ഓക്കെ ലാസ്റ്റ് ഹാഫ് ആൻ അവർ. ചിലപ്പോൾ നിങ്ങൾക്ക് അതുപോലും നിങ്ങൾ തന്നെ കോൺഷ്യസ് കൺട്രോളിൽ ഓക്കെ ഫസ്റ്റ് ഹാഫ് ആൻ അവർ കഴിഞ്ഞു, അടുത്ത ഹാഫ് ആൻ അവർ ആണ് എന്ന് വിചാരിച്ച് എഴുതണം. അങ്ങനെ എഴുതണമെങ്കിൽ നല്ലൊരു പ്രാക്ടീസ് സിസ്റ്റത്തിന് വേണം. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി അന്നത്തെ ദിവസം നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കാൻ പോകുന്ന ഒരു പക്ഷേ പഠനത്തെക്കാൾ ഉപരി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും അവസാനത്തെ നിമിഷം നിങ്ങളോടൊപ്പം നിൽക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ മെയിൻ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി പ്രാക്ടീസ് ചെയ്യാമെന്നായിരിക്കും ഭൂരിഭാഗം പേരുടെയും. കാരണം അത്ര നിസ്സാരമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ എക്സാം സ്ട്രെസ്സിലോട്ട് കടന്നിരിക്കും. കാരണം നമ്മൾ ക്വസ്റ്റിനെ കുറിച്ചും വരാൻ പോകുന്ന റാങ്കിനെ കുറിച്ചും ഒക്കെ നമ്മൾ അറിയാമല്ലോ. കാരണം 20 ലക്ഷം പേര് എഴുതുന്നൊരു എക്സാമിനെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. നമുക്ക് എത്രയും നേരത്തെ അതിന് തയ്യാറെടുത്താൽ മാത്രമേ ഈ ഒരു രീതിയിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരു കുട്ടിയും വാച്ച് ഉപയോഗിക്കാതെ എക്സാമിനർ തരുന്ന നിർദ്ദേശം അനുസരിച്ച് പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കണം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് മൊത്തം എക്സാമിനെ നമുക്കറിയാം 3 മണിക്കൂർ 20 മിനിറ്റുമാണ്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി 4 സെക്ഷൻ. ഇതിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും കൊടുക്കേണ്ട സമയത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. ഇപ്പം 45 മിനിറ്റ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ, ഈ ഒരു സബ്ജക്റ്റിന് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാനായിരിക്കണം. അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റൊരു സബ്ജക്റ്റ് എടുക്കുവാനും, കാരണം അത് നോക്കാതെ പോകരുത്. കാരണം 200 ചോദ്യങ്ങളും നോക്കാത്ത ഒരു കുട്ടി ഉണ്ടാവരുത്. അപ്പം ആ ക്വസ്റ്റ്യൻ നോക്കാനുള്ള ടൈം നമുക്കുണ്ടാവണം. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ട് എന്താണ്, ഏറ്റവും അവസാനമാണ് ഞാൻ ഫിസിക്സ് നോക്കിയത്, എനിക്കെല്ലാം അറിയാവുന്നതായിരുന്നു. അതുകൊണ്ട് ഒരു സബ്ജക്റ്റിന് നമ്മൾ കൊടുക്കേണ്ട സമയത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നില്ല, ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നമ്മളെ കൊണ്ട് അത് ഒത്തിരി സമയം പോകുന്നു എന്ന് കണ്ടാൽ അവിടെ അത് ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ എനിക്കിത് അറിയാൻ പറ്റും ഞാനിത് ചെയ്തേ അടങ്ങൂ എന്നൊരു വാശി അവിടെ വേണ്ട. മറിച്ച് അത് ഉപേക്ഷിച്ച് ഈ പറഞ്ഞ പോലെ ഒരു കൃത്യം സമയത്തിനുള്ളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഇപ്പോൾ ബയോളജിയാണ് ആദ്യം തുടങ്ങുന്നതെങ്കിൽ കൃത്യം സമയത്തിനുള്ളിൽ ബയോളജി തീർത്ത് കെമിസ്ട്രിയിലേക്ക്, കെമിസ്ട്രി തീർത്ത് ഫിസിക്സിലേക്ക് വരാനും നിങ്ങൾക്ക് കഴിയണം. പിന്നെ അവിടെ അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന എനിക്ക് ഏറ്റവും വിഷമം കൂടിയുള്ളൊരു കാര്യം, ബയോളജിക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം എടുത്തുകൊണ്ട് ആ സമയം കൂടി നമുക്ക് ഫിസിക്സിന് അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് കൺസേർവ് ചെയ്യാം എന്ന് വിചാരിക്കുന്നവർ ദയവ് ചെയ്ത് അത് ചെയ്യരുത്. അതെ, നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചുള്ള ഓപ്ഷനാണത്. കാരണം എപ്പോഴും ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടുതൽ സമയം വേണം. അപ്പം അതിൻ്റെ സമയം എവിടെ നിന്ന് എടുക്കാം? ബയോളജിയിൽ നിന്ന് എടുക്കാമെന്ന് ചോദിക്കും. മാർക്ക് സ്കോർ ചെയ്യേണ്ട മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യും? 4 or 5 നെഗറ്റീവ് കൂടുതൽ വരുത്തും. നമുക്കിവിടെ കിട്ടുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. ഒരു കാരണം അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു സബ്ജക്റ്റിന് നാം കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് കൃത്യമായിരിക്കണം. ബോട്ടണിക്ക് നമ്മൾ കൂടുതലും, അല്ലെ സുവോളജിക്ക് നമ്മൾ കുറവും, കെമിസ്ട്രിക്ക് കുറവും, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓരോ ചോദ്യത്തിനും നാം കൊടുക്കേണ്ട റെസ്പെക്റ്റ്, നാം കൊടുക്കേണ്ട ടൈം അത് കൃത്യമായിരിക്കണം. കൂടുതലും അരുത്, കുറവും അരുത്. പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. 3 മണിക്കൂർ 20 മിനിറ്റ് ക്വസ്റ്റ്യൻ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ മുഴുവൻ ചെയ്തു എന്ന് വിചാരിച്ച് നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുകയില്ല. നമ്മൾ 3 മണിക്കൂറും 20 മിനിറ്റ് കൂടുതൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും അറിയാവുന്നത് മാർക്ക് ചെയ്യാൻ പറ്റാതെ പോയേക്കാം. അതുകൊണ്ട് ദയവായിട്ട് സബ്ജക്റ്റുകൾക്ക് കൊടുക്കേണ്ട സമയത്തിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം. അടുത്തത് ടഫ് ഉള്ളത് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ പോലും ആ സബ്ജക്റ്റ്, ഇപ്പം നമ്മൾ ഫിസിക്സ് ആദ്യം എടുത്തു. ഫിസിക്സ് കാരണം കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ 4 or 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ ഏറ്റവും അധികം സഹായിച്ചൊരു മേഖലയാണ് ഫിസിക്സ്. അങ്ങനെയാണ് ഞാൻ ഈ വർഷം ഫിസിക്സ് ആദ്യം എടുത്തേക്കാമെന്ന് നമ്മുടെ ഒരു കുട്ടിക്ക് തോന്നി. ഏത് സബ്ജക്റ്റും എടുക്കാമല്ലോ. ഫിസിക്സ് എടുത്തു 4 or 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ടൈം ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതലാകുന്നു എന്ന് കണ്ടാൽ അതവിടെ നിർത്തി കെമിസ്ട്രിയിലേക്കോ ബോട്ടണിയിലേക്കോ സുവോളജിയിലേക്കോ മാറാൻ, ബയോളജിയിലേക്കോ മാറാനുള്ളൊരു ടെൻഡൻസി ഇപ്പോൾ മുതൽ നിങ്ങൾ പരിശീലിക്കണം. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു വരുമ്പോഴേ നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് ഒരു കാര്യം, ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നമുക്ക് അറിയാം, ഏറ്റവും ഈസി ആയിരിക്കും, പക്ഷെ അത് ചെയ്യാൻ കുറച്ച് സമയം വേണം. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇത് ചെയ്താൽ എനിക്ക് ആൻസർ കിട്ടും, ഇതിൻ്റെ വഴി എനിക്കറിയാം, എന്നാൽ കുഴപ്പമില്ല, 1 മിനിറ്റ് കൂടെ എടുത്താലും എനിക്കൊരു 4 മാർക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിക്കരുത്. അത് ആ 1 മിനിറ്റിൽ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് കിട്ടില്ല എന്ന് ഉറപ്പാണ്
ആണെങ്കിൽ, അതിൻ്റെ ആൻസർ കിട്ടുമെങ്കിൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് കൂടുതൽ എന്തായാലും ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഒബ്ജക്റ്റീവിൻ്റെ ഏറ്റവും വലിയൊരു നമുക്ക് അബദ്ധം പറ്റുന്നൊരു മേഖല തന്നെയാണിത്. കാരണം കഴിഞ്ഞ വർഷത്തെ കെമിസ്ട്രി എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ എടുത്ത് നോക്കൂ, നമുക്ക് എല്ലാത്തിനും ആൻസർ കിട്ടും. അതുകൊണ്ട് നമുക്കിത് ഉപേക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് ഒരെണ്ണം ടഫാണ്, 4 5 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എല്ലാം ടഫായിരുന്നെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റ് ഉപേക്ഷിച്ചിട്ട് നമ്മൾ അടുത്തതിനെ എടുത്തേനെ. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് ചെയ്യുമ്പോൾ എല്ലാത്തിനും ആൻസർ കിട്ടുന്നുണ്ട്. പക്ഷേ സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. 1 മിനിറ്റിനേക്കാളും കൂടുതൽ 1.5 മിനിറ്റും 2 മിനിറ്റും നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ആൻസറിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഉപേക്ഷിക്കാനായിട്ട് മനസ്സ് വരുന്നുമില്ല. അവിടെയാണ് നമ്മൾ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് പ്രാധാന്യം. നിർബന്ധമായിട്ടും നമ്മൾ അടുത്ത സബ്ജക്റ്റ് എടുത്തിരിക്കണം. 1 മിനിറ്റ് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കൂടുതൽ ലെങ്ത് ഉള്ളതാണെങ്കിൽ അവിടെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് നമ്മൾ കടന്നിരിക്കണം. അതിനൊക്കെ ഒരു ഫിസിക്സും കെമിസ്ട്രിന്ന് മാത്രമല്ല, ബയോളജി ഏതാണെങ്കിലും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിക്കുമ്പോൾ, ബയോളജിക്ക് ആകുമ്പോൾ പൊതുവേ നിങ്ങൾക്ക് ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഒന്ന് വായിച്ചു, ഓക്കെ ഒന്നുകൂടെ വായിക്കാം, ഇത് ഞാൻ പഠിച്ചതല്ലേ ഒന്നുകൂടെ വായിക്കാം, അങ്ങനെ വായിച്ച് അനലൈസ് ചെയ്തിരിക്കരുത്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ, ഇത് ഒത്തിരി സമയം പോകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. നോർമലി നമുക്ക് ഈ ഡിഫിക്കൽറ്റി ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ഒന്നുമില്ല, നമുക്ക് അറിയില്ല, നമ്മൾ വിട്ടുകളയും. പക്ഷെ ഈ പറയുന്ന പോലെ ഈസി ക്വസ്റ്റ്യൻ ആണ്, എനിക്കത് കിട്ടും എന്നൊരു ബോധം വരുമ്പോൾ അയ്യോ എനിക്ക് കിട്ടുന്ന മാർക്ക് കളയും എന്നൊരു തോന്നൽ വരാൻ പാടില്ല. ഈ തോന്നലുകളൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോയേ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി വേറെയും ഒരു കാര്യം, ചില ആൾക്കാർ പറയുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതി മാർക്ക് വാങ്ങിക്കാം, മെയ് 5 ഞാൻ കറക്റ്റ് ചെയ്തോളാം. അങ്ങനെ ഒരു ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സുപരിചിതവുമാണ്. മെയ് 5 വേണ്ടിയിട്ട് നിങ്ങളത് മാറ്റി വെക്കരുത്. ഫെബ്രുവരി 4 തൊട്ട് നിങ്ങൾ എഴുതുന്ന ഓരോ പരീക്ഷയും മെയ് 5 പരീക്ഷയാണ്. അന്ന് അവിടെ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത് അത് തന്നെ ആദ്യമേ തന്നെ ചെയ്തു വരണം. അത് യൂണിറ്റ് ആയാലും കോമ്പിനേഷൻ ആയാലും ഓൾ മോഡൽ ആയാലും സബ്ജക്റ്റിനോ അല്ലെങ്കിൽ ടോപ്പിക്കിനോ പ്രയോറിറ്റി കൊടുക്കുകയോ ഇഷ്ടം കൊടുക്കുകയോ വായിച്ചു നോക്കുകയോ ഒന്നും ചെയ്യരുത്. അന്ന് നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഒരേ റെസ്പെക്ട് അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് നിങ്ങൾ കാണേണ്ടത്. അവിടെ ഒന്നിനും ഒരു പ്രയോറിറ്റി. തീർച്ചയായിട്ടും. കാരണം ഡ്രസ് കോഡ് ആവട്ടെ, ഇനി നമ്മൾ ആഹാരം കഴിക്കുന്ന കാര്യത്തിലാവട്ടെ, ഏത് കാര്യത്തിലാണെങ്കിലും എല്ലാ എക്സാമും നമുക്ക് മെയ് 5 നീറ്റ് എക്സാമായിട്ട് നിങ്ങൾക്ക് കരുതാൻ പറ്റിയെങ്കിൽ പകുതിയിലധികം നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രസ് കോഡ്, നമ്മളുടെ ഓർണമെൻറ്റ്സ്, അതുപോലെ തന്നെ നമ്മൾ ധരിക്കുന്ന ചപ്പൽ ഉൾപ്പെടെയുള്ളത്, നമ്മൾ വെള്ളം കുടിക്കുന്ന ഉൾപ്പെടെയുള്ളത്, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട്, ഇപ്പോൾ രാവിലെയാണ് മോഡൽ എക്സാമെങ്കിൽ ഉച്ച കഴിഞ്ഞ് നമ്മൾ ഉറങ്ങരുത്. അപ്പം അങ്ങനെയുള്ള ബിഹേവിയർ, ഭക്ഷണക്രമം, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മെയ് 4 5 നിങ്ങൾ എങ്ങനെയാണോ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് അത് ഫെബ്രുവരി മുതൽ തന്നെ രക്ഷിതാക്കളും കുട്ടികളും, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾക്കെല്ലാം നീറ്റ് എക്സാമാണ്. കാരണം ഞങ്ങൾ നോക്കിക്കോളൂ, ഓരോ എക്സാം ഹാൾ, അത് കേരളത്തിലാണെങ്കിൽ ഏത് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാലും എല്ലാം നീറ്റ് എക്സാമിന് എങ്ങനെയാണോ നിങ്ങൾക്കൊരു എക്സാം ഹാൾ തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ബ്രില്യൻറ്റിൻ്റെ എൻ്റെയർ എക്സാം ഹാൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിങ്ങളും ആ ഒരു ശ്രദ്ധയോടുകൂടി വേണം കടന്നു വരുവാനായിട്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നത്. ഇപ്പോൾ തന്നെ പരീക്ഷാ ഹാളിൽ കയറുന്നതിന് തൊട്ട് മുൻപ് പല കുട്ടികളും ചോക്ലേറ്റ് കഴിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ അവർ പറയുന്നത് ചോക്ലേറ്റ് കഴിച്ചാൽ പെട്ടെന്ന് ഓർമ്മ നിൽക്കും മിസ്സേ, എനർജറ്റിക് ആവും. അതൊക്കെ ശരിയാണ്. പക്ഷേ ഹാളിൽ തൊട്ട് മുന്നിൽ, അതായത് നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് ഒരു 2 മിനിറ്റ് ഓടി കിതച്ച് വന്നിട്ട് ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാണ് ഇപ്പോൾ കയറി പോകുന്നത്. ആ ഒരു ടെൻഡൻസിയും ഒഴിവാക്കുക. കാരണം അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ 1 മണിക്കൂറിന് മുന്നേ തന്നെ ഹാളിൽ എത്തി കയറി ഇരിക്കേണ്ട നിങ്ങൾ പരീക്ഷ തുടങ്ങുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് കഴിക്കുന്ന ചോക്ലേറ്റ്, അതും അവിടെ നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടാക്കി കളയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ എന്തിരിക്കുന്നു എന്ന് തോന്നിയാലും ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് നിങ്ങളെ അവിടെ എന്ത് ചിന്തിക്കണം, എങ്ങനെ ഞാൻ എഴുതണം എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു കൂൾ ഓഫ് ടൈം കിട്ടും. അപ്പോൾ നിങ്ങൾ റഷ് ചെയ്ത് ഓടി വന്ന് എഴുതുമ്പോൾ ആ കൂൾ ഓഫ് ടൈം ഇല്ല. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ച് കയറുന്നത് വരെയും പഠിക്കുന്നു, പെട്ടെന്ന് കയറുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പക്ഷെ ശരിക്കും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു കൂൾ ഓഫ് ടൈം, ആ സമയത്ത് നമ്മളിരുന്ന് അനാവശ്യ ചിന്തകളിലേക്ക് പോകും. എനിക്ക് ഈ പരീക്ഷ എളുപ്പമായിരിക്കുമോ, ഈ പരീക്ഷ കിട്ടുമോ, എന്തായിരിക്കും എന്ന അനാവശ്യ ചിന്തകളിലേക്ക് പോവുകയും അൺനെസസറി ഹോർമോണുകളെ പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ ബോഡിയിലേക്ക് സെക്രീറ്റ് ചെയ്ത് വയ്ക്കുകയും ചെയ്യും. അങ്ങനെ വെച്ചാലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ പെട്ടെന്ന് ഡിജിറ്റ്സ് ഒക്കെ കിട്ടാനോ ഒക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ആണ് ഈ പരീക്ഷ മുതലേ നിങ്ങൾ അരമണിക്കൂർ മുന്നേ കൂൾ ഓഫ് ടൈം എടുത്ത് തന്നെ ഇരിക്കണം എന്ന്
പറയുന്നത്. സമയത്ത് പഠിക്കുകയോ അപ്പം പലരും പല പുസ്തകങ്ങൾ എടുത്ത് പഠിക്കുന്ന കാണാം, നമ്മൾ കേൾക്കാത്ത ചാപ്റ്ററുകളെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും ഒക്കെ അനലൈസ് ചെയ്യുന്നതൊക്കെ കാണാം. അവിടെയൊക്കെ നമുക്കൊരു കൺട്രോൾ, നമ്മൾ ഇതിനൊക്കെ ഒന്നും ശ്രദ്ധ മാറാതെ നിങ്ങൾ ഏത് മറ്റുള്ള പരീക്ഷകളിലോ അല്ലെങ്കിൽ നീറ്റ് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ പല എക്സാം സെൻറ്ററിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം ഇന്നുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ബുക്കുകളും ചാപ്റ്ററുകളും ക്വസ്റ്റ്യനുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് കാണാം. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു പേടി ഉണ്ടായേക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നും പരസ്പരമുള്ള ചർച്ചകളിൽ നിന്നും ആ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഇന്ന ചാപ്റ്ററുകൾ പഠിച്ചോ, ഇന്ന ക്വസ്റ്റ്യൻ നീ പഠിച്ചോ, ഇന്ന രീതിയിൽ ചെയ്തോ എന്നൊന്നും ചർച്ച ചെയ്യരുത്. അവിടെ മറ്റാരോടും സംസാരിക്കാതെ കാരണം നമുക്കത് നീറ്റിന് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. എക്സാം ഹാളിൽ അങ്ങനെയാണ്. അവിടെ നമ്മൾ ഈ ഒരു അരമണിക്കൂർ ഏറ്റവും റിലാക്സ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല ഓർമ്മകളിലൂടെ തന്നെ കടന്നു പോകാനായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അരമണിക്കൂർ എക്സാം ഹാളിൽ എന്ത് ചെയ്യണം, അന്ന് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടതെന്ന് ഇപ്പോഴേ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങണം. അപ്പോൾ ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ചിലപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടി നമുക്ക് അറിയാമെന്നുള്ള കുട്ടിയായിരിക്കും. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ആ കുട്ടിയോട് ഇന്ന ചാപ്റ്റർ പഠിച്ചോ, ഇന്ന ക്വസ്റ്റ്യൻ ചെയ്തോ, അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒന്നും വേണ്ട. ഈ അരമണിക്കൂർ നിങ്ങൾ ആ എന്താണോ ഇപ്പം ചിന്തിച്ച് തുടങ്ങുന്നത് അത് ചിന്തിച്ച് പരീക്ഷയ്ക്ക് എത്തുമ്പോഴും അത് മാത്രമേ ചിന്തിക്കാവൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴുണ്ടാകുന്ന ഒരു പാനിക് ആയിട്ടുള്ള കണ്ടീഷൻ ഒഴിവാക്കാം, പേടി ഒഴിവാക്കാം, ടെൻഷൻ ഒഴിവാക്കാം. പരീക്ഷയ്ക്ക് കിട്ടുന്നതിന് തൊട്ട് മുൻപുണ്ടാകുന്ന കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒഴിവാക്കി പോകാം. ഇതെല്ലാം തന്നെ ഫെബ്രുവരി 4 മുതലേ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തേ പറ്റും. പിന്നെ നമുക്കറിയാം OMR എഴുതുന്ന രീതി പലർക്കും പല രീതി, നമ്മൾ കഴിഞ്ഞ പല എപ്പിസോഡുകളിൽ അത് ചർച്ച ചെയ്തതുമാണ്. OMR നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുന്ന രീതി നമുക്ക് ഒരു കുട്ടിക്ക് പോലും അങ്ങനെ വരാതിരിക്കട്ടെ എങ്കിൽ പോലും നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു, അതിൻ്റെ ഡേറ്റ നോക്കി, ആൻസർ നമുക്ക് ഒന്ന് മെമ്മറൈസ് കിട്ടുമെന്ന് നോക്കി, വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു, ഡേറ്റ നോക്കി, അതിനുശേഷം നമ്മൾ ചോയ്സുകളിലോട്ട് നോക്കി. അപ്പോൾ നമ്മൾ മനസ്സിൽ കണ്ട ആൻസർ തന്നെ ചോയ്സിലുണ്ട്, നമുക്കപ്പോൾ അത് ഫൈനലായി. ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ നോക്കുന്നു. ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ നോക്കണം. എന്നിട്ട് വീണ്ടും നിങ്ങൾ OMRൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ നോക്കുന്നു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾ കറക്റ്റ് ചെയ്യുന്നു. ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ പരീക്ഷാ സമയം തീരുന്നിടം വരെ ആ ചോദ്യപേപ്പറിന് ആ ക്വസ്റ്റ്യനെ നിങ്ങൾ അനലൈസ് ചെയ്യരുത്. ഇങ്ങനെ ആയിരിക്കുമോ, ഇങ്ങനെ നിങ്ങളുടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുമോ, ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കിയാൽ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഡേറ്റ നോക്കുന്നു, ആൻസറിൽ എത്താവോ നോക്കുന്നു, വീണ്ടും വായിച്ചു നോക്കുന്നു, വീണ്ടും ചോയ്സിനകത്ത് ആൻസർ ഉണ്ടോ എന്ന് നോക്കുന്നു, എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ നോക്കുന്നു, നിങ്ങളത് OMRോട് ചെയ്യുന്നു. അത് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. OMRൽ മാർക്ക് ചെയ്യുമ്പോൾ പല കുട്ടികളും ഇപ്പോഴും ഫിസിക്സ് എഴുതി കഴിഞ്ഞ് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാം, അടുത്ത കെമിസ്ട്രി എഴുതി കഴിഞ്ഞ് ഒരുമിച്ച് ചെയ്യാം എന്ന് പറയുന്നവരും അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ഒരു പക്ഷേ അതിനേക്കാളും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അപ്പോഴപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെ നേരെയും നമ്മൾ ആൻസർ മാർക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ്. കാരണം അവസാനത്തെ ഒരു കൺഫ്യൂഷനിൽ, ഒരു ഡിലമയിൽ, ഒരു ഹറിബറിയിൽ എങ്ങനെയെങ്കിലും മാർക്കിംഗ് മാറിപ്പോയാൽ നിങ്ങളുടെ ഒരു വർഷത്തെ ഈ ഒരു ഇഫേർട്ട് ആൻഡ് ഹാർഡ് വർക്കാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കേസുകൾ ഞങ്ങൾക്ക് അറിയാം പല വർഷങ്ങളായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾ നീറ്റ് എഴുതുള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്താലും ഫെബ്രുവരി 4 മുതൽ നിങ്ങൾ എഴുതുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് അപ്പം തന്നെ മാർക്ക് ചെയ്ത് പോവുക. അതാണ് സേഫ്. ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് ഒരു കുട്ടിക്ക് പോലും കിട്ടേണ്ട റാങ്കോ മാർക്കോ കിട്ടാതെ പോയിട്ടില്ല, തിരിച്ച് സംഭവിച്ചിട്ടുണ്ട് താനും. അതുകൊണ്ടാണ് പറയുന്നത് ഇതാണ് നല്ല രീതി. ഇനി ഇതല്ലാത്തൊരു രീതിയിലാണ് നിങ്ങൾ പരീക്ഷിക്കുന്നതെങ്കിൽ കൂടിപ്പോയാൽ ഒരു 4-5 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആകെ ഈ 3 മണിക്കൂറിലും 20 മിനിറ്റിലും ലാഭം കിട്ടാൻ പോകുന്നത്. മൊത്തം നിങ്ങൾ അപ്പം മാർക്ക് ചെയ്യുന്നതും ഒരുമിച്ച് മാർക്ക് ചെയ്യുന്നതും നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ 4 മിനിറ്റ് അല്ല 5 മിനിറ്റാണ് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു നേട്ടവും ഉണ്ടാക്കാൻ പോകുന്നില്ല, പകരം ലാഭമേ ഉള്ളൂ. അപ്പം നമ്മളുടെ മനസ്സിൽ എന്താണ് വേണ്ടത്? 3 മണിക്കൂറും 20 മിനിറ്റും മുഴുവൻ ചോദ്യങ്ങളിലൂടെയും 200 ചോദ്യങ്ങളിലൂടെയും ഞാൻ കടന്നു പോയിരിക്കും. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം ഇതിനനുസരിച്ച് നമ്മളുടെ മനസ്സ് തന്നെ നമ്മളുടെ ടൈം നമുക്ക് റെഡി ആയിരിക്കും. അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഫെബ്രുവരി 4 മുതൽ പ്രാക്ടീസ് ചെയ്തു വരണം. ഈ A പാർട്ടും B പാർട്ടും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ B പാർട്ടിൽ നമ്മൾ വിചാരിക്കുന്നത് കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കുമെങ്കിലും ചില സമയത്ത് പറയാൻ പറ്റില്ല. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിച്ച ഒരു കാര്യമായിരിക്കും B പാർട്ടിൽ കിടക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്പറൊക്കെ നോക്കി എഴുതണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനിലൂടെയും ഒന്ന് വലം വയ്ക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അവസാനത്തെ ക്വസ്റ്റ്യൻ B പാർട്ടിൽ കണ്ടില്ല, ഇന്ന ക്വസ്റ്റ്യൻ എനിക്ക് അറിയാമായിരുന്നു പക്ഷേ എഴുതാൻ പറ്റിയില്ല, അങ്ങനെയുള്ള കമൻറ്റുകൾക്കൊന്നും തന്നെ ഇനി സ്ഥാനമില്ല. അപ്പോൾ ഫെബ്രുവരി 4 തൊട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുറവ് എന്താണെന്ന്. ചിലവർക്ക് OMR
അപ്പോഴും മാർക്ക് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഉണ്ടാവും. ചിലവർക്ക് ഈ പറയുന്ന പോലെ റഷ് ചെയ്ത് പരീക്ഷാ ഹാളിലേക്ക് വരണം, വരുന്ന നിമിഷത്തിലും വായിച്ച് വേണം വരാൻ. അങ്ങനെ നിങ്ങളുടെ കുറവുകൾ എന്താണോ അത് മാറ്റി മാറ്റി ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ആ ടെൻഷൻ പോലും അരമണിക്കൂർ മുൻപേ വന്ന് മാറ്റി മാറ്റി വേണം നിങ്ങൾ ഓരോ ആ ടെൻഷൻ ഉണ്ടായിക്കൊള്ളട്ടെ. അത് ഫെബ്രുവരി 4 മുതൽ നിങ്ങൾ ആ ടെൻഷൻ എടുക്കൂ. ഇപ്പോൾ എക്സാം ഹാളിൽ സ്ട്രെസ് ഉള്ള ഒരാളാണ്, നിങ്ങൾ ഫെബ്രുവരി 4 മുതൽ അത് പ്രാക്ടീസ് ചെയ്യൂ. ആ എക്സാമിൻ്റെ ഇപ്പം ഇത് മെയ് 5 ഞാൻ ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി ഫെബ്രുവരി മുതൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാവും മെയ് 5 നിങ്ങൾക്ക് അത് നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസായി. പിന്നെ അഡാപ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ അത് ആ ഒരു ടെൻഷൻ എങ്ങനെ വന്നാലും നിങ്ങൾ അതിനെ മാനേജ് ചെയ്യും. അതുപോലെ തന്നെ ചുറ്റുപാടുകളിൽ മറ്റുള്ളവർ എന്ത് എഴുതുന്നോ, അവർ നന്നായിട്ട് എഴുതുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതുന്നില്ല അവന് കിട്ടുന്നുണ്ട്, അങ്ങനെ മറ്റുള്ളവരെ നോക്കുക. അതും ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യണം. ബാക്കിയുള്ളവർ എന്താണ് ചെയ്യുന്നത്, അവർ കൂടുതൽ ചെയ്യുന്നു ഒരു കാരണവശാലും ആ എക്സാം ഹാളിൽ ബാക്കിയുള്ളവരെ ദയവായിട്ട് നിങ്ങൾ നോക്കുകയോ ചെയ്യരുത്. അതുപോലെ റാങ്കിൻ്റെയും മാർക്കിൻ്റെയും പ്രസക്തി ഈ മോഡലുകളിൽ അത് ഏത് രീതിയിലായിരിക്കണം കുട്ടിയും പേരൻറ്റും കാണേണ്ടത്. ഇനി ഉള്ള സമയം മാർക്കിന് നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നമ്മുടെ ലക്ഷ്യം അവിടെ എത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യുക. എത്തുന്നതും എത്താതിരിക്കുന്നതും സെക്കൻഡറി ആണ്. അപ്പോൾ ഈ മോഡൽ എക്സാമിൻ്റെ ഇടയിൽ പോലും ഫൈനൽ എക്സാമിന് ഇതായിരിക്കും എൻ്റെ മാർക്ക്, ഞാൻ തോറ്റുപോകും അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ല, അങ്ങനെയുള്ള ഓരോ ചിന്തയും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പരീക്ഷ എഴുതിക്കോ. ഞങ്ങൾ ഒരു ടീം തന്നെ നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാ പ്രാർത്ഥനകളും അതും നിങ്ങൾ വിശ്വസിക്കുക. എൻറ്റയർ ബ്രില്യൻ്റ് ടീമിൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാകും. 720 നമുക്ക് തന്നെ ഉറപ്പ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.